ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി തീർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ എന്ന കൃപയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വിശുദ്ധി പാലിക്കപ്പെടും. ശരിക്കും നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മിൽ മഹത്വപ്പെടുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യ ശരീരത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. അത് രോഗത്തിൻ്റെ ആകാം, പല വിധത്തിലുള്ള മാനസിക ക്ലേശങ്ങളാകാം. എന്നാൽ ഒരു വ്യക്തി വിശുദ്ധി പാലിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലവും അനുകൂലമാണെങ്കിലും ഈ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഓരോ അവസരങ്ങളും നഷ്ടമാകാതെ ഉപയോഗിക്കാൻ ഓരോ വ്യക്തികളും ആഗ്രഹിക്കും. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞൊരു വചനം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, പിതാവ് നിങ്ങളെ അറിയുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവൻ നിങ്ങളെ അറിയുന്നു. എന്നിട്ട് തുടർന്ന് പറയാണ്: യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടരെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ദുഷ്ടനെ ജയിക്കാൻ ദൈവവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മിൽ വചനമുണ്ടെങ്കിൽ, വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ദുഷ്ടനിൽ പരാജയപ്പെടില്ല, മറിച്ച് ദുഷ്ടനെ തോൽപ്പിക്കുന്ന ഒരു കൃപ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 11-ാം വാക്യം കൃത്യം ആഴമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് നിങ്ങളിൽ വസിക്കുന്നവൻ്റെ ആത്മാവ് ജീവൻ പ്രദാനം ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കുക, ഈശോ മരിച്ച സമയത്തിലാണ്. ഈശോ മരിച്ച് ഈശോയെ കുരിശിൽ നിന്നിറക്കി ഉയർപ്പിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. ഇതിൻ്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വചനത്തിന് മർമ്മം ചോദിക്കുന്നത്, യേശു പൂർണ്ണമായി മനുഷ്യനും പൂർണ്ണമായി ദൈവവുമായിരുന്നു. എന്ന ചോദ്യം ഇതാണ്: യേശു മരിച്ചത് മനുഷ്യനായിട്ടാണോ ദൈവമായിട്ടാണോ? ഈശോ ശരീരത്തിലും മനസ്സിലും ദൈവമായിരുന്നു, അതുപോലെ തന്നെ മനുഷ്യത്വം ഉണ്ടാകും. ഹീസ് ദ ഹ്യൂമൻ ആൻഡ് ഹീസ് ദ ഹോളി, അല്ലെങ്കിൽ ഹീസ് ദ സ്പിരിച്വൽ പേഴ്സൺ. അപ്പോൾ ഏത് ഇതിലാണ് ഈശോ മരിച്ചത് എന്നൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ വിശുദ്ധാത്മാക്കളേക്കും പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ മർമ്മത്തിൻ്റെ ഉത്തരം ഇതാണ്: യേശു മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്നാണ് വചനം പറയുന്നത്. ഈശോ മരിക്കുന്ന സമയത്ത് പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. അതിനെക്കുറിച്ച് പറയുന്നത്, ഈശോ സമർപ്പിച്ചത് മനുഷ്യാത്മാവിനെയാണ്. ഈശോയുടെ മനുഷ്യാത്മാവിനെ ഈശോ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. എന്നാൽ ഈശോ മരിച്ചിട്ടും ഈശോയുടെ ദൈവാത്മാവ് ഈശോയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈശോയെ ആ കല്ലറയിൽ അടക്കി പിന്നീട് 3-ാം ദിവസം ആ കല്ലറയിൽ നിന്ന് ഈ ദൈവാത്മാവ് ഉയർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ ദൈവാത്മാവിന്, നമുക്കറിയാം, പരിശുദ്ധാത്മാവിന് നമ്മളൊരു ബോഡി കൽപ്പിക്കുന്നില്ല. എന്നാൽ ഒരു മനുഷ്യാത്മാവിന് എപ്പോഴും ഒരു ശരീരം ഉണ്ടാകും, എന്നാൽ ദൈവാത്മാവിന് ശരീരം ഉണ്ടാകില്ല. അപ്പോൾ സ്പിരിച്വൽ ബോഡി എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല, എന്നാൽ ഹ്യൂമൻ ബോഡി നമുക്ക് എപ്പോഴും വിസിബിളാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, ഈശോ മരിച്ചത് മനുഷ്യാത്മാവിനാലാണ്, അതുകൊണ്ടാണ് ദൈവത്തിന് സമർപ്പിച്ചത്, തൻ്റെ ആത്മാവിന് സമർപ്പിച്ചു. എന്നാൽ ഈശോയുടെ ദൈവാത്മാവ് കല്ലറയിൽ അടക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അതാണ് ആ കല്ലറ തുറക്കപ്പെട്ടപ്പോൾ ഈ ദൈവാത്മാവ് പുറത്തു വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദൈവാത്മാവ് സന്തോഷിക്കും, അല്ലെങ്കിൽ ദൈവാത്മാവ് പ്രസാദപൂർണതയിലേക്ക് കടന്നു വരാൻ ഇടവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ കല്ലറയിൽ അടക്കിയപ്പോൾ ദൈവാത്മാവ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈശോയുടെ ശരീരത്തെ ഉയർത്തു എന്ന് നമ്മൾ വിശ്വസിക്കുക. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്: ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഒരു വിശ്വാസ സത്യമാണ്, ശരീരത്തിൻ്റെ ഉയർപ്പിലും നമ്മൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ മാനുഷിക ശരീരം മരിക്കുമ്പോഴും നമ്മുടെ ഹോളി ബോഡി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശരീരത്തെ ഉയർപ്പിലേക്ക് ദൈവം കൊണ്ടുപോകും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കണം. അതിന് വേണ്ടതാണ് വിശുദ്ധി. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ എപ്രകാരം മഹത്വപ്പെടുത്തും?
അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മെത്തേഡുകൾ, അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ടുള്ളതായിരിക്കരുതെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശരീരത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് ദൈവം പഠിപ്പിക്കുന്നത്. ഈ ആലയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. ആ ആലയത്തിൽ വസിക്കുന്ന ദൈവത്തെ നമ്മുടെ ശരീരം കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി മഹത്വപ്പെടുത്തണം. അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നത് പൗലോസ് ശ്ലീഹ 1 തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 4-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. 1 തെസ്സലോനി 4-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വചനം കൃത്യമായിട്ട് നമുക്ക് കേൾക്കാം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ആദ്യം അറിയേണ്ടത് എൻ്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട പ്രവർത്തികൾ ഞാൻ എങ്ങനെ ചെയ്യണം. അതാണ് ഒന്നാമത്തെ നമ്മളെക്കുറിച്ചുള്ള ദൈവം പറയുന്ന ഈ നോളേജിലേക്ക് നമ്മൾ എത്തണം. രണ്ടാമത് പറയുക, ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് വിധേയരാകരുത്. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് അടിമപ്പെടരുത്. അപ്പോൾ ഒരു ദൈവത്തെ അറിഞ്ഞ നമ്മൾ, ദൈവത്തെ അനുഭവിച്ച നമ്മൾ, മാമോദീസയിലൂടെ ദൈവത്തെ ലഭിച്ച നമ്മൾ, പിന്നീട് ഈ ശരീരത്തിൻ്റെ പ്രവണതകൾ, തീർച്ചയായിട്ടും ഈ ശരീരത്തിന് അങ്ങനെ ഒരു പ്രവണത ഉണ്ടാവും. എന്നാൽ അതിന് നമ്മൾ വിധേയനാകാൻ നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. അപ്പോൾ അതിൽ വേദനിക്കുന്നത് ശരീരമല്ല, ശരീരത്തിലിരിക്കുന്ന ദൈവദത്തമായ ആത്മാവാണെന്ന് വചനം പഠിപ്പിക്കുക. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം നമ്മുടെ ഈ കാമവികാരങ്ങൾക്ക് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കുട്ടിക്കാലത്തേക്ക് ആന്തരിക മുറിവുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ, ഇവരെയെല്ലാം ദുരുപയോഗിക്കുന്നവൻ അറിയുന്നില്ല. അവൻ്റെ ആത്മാവിനെ നശിക്കുന്നൊരു പ്രവൃത്തിയാണ് നീ അവനിൽ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ഒരു പാപാവസ്ഥ ഇവനെ വേട്ടയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ ചെയ്യരുതെന്ന് വചനം കൃത്യമായിട്ട് പറയാം. എന്നിട്ട് പറയാം, കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. നമ്മൾ ഇങ്ങനെയുള്ള പാപങ്ങളിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ, അവിടെ ദൈവം അവർക്ക് ഒരു ശിക്ഷാവിധി ഉണ്ടാകും. പിന്നെ പറയാം, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം മുഴുവൻ നമ്മൾ കേൾക്കുന്നത് വിശുദ്ധിയിലാണ്. വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വെല്ലോണം നടന്നു കഴിഞ്ഞാൽ ദൈവത്തോളം നമ്മൾ വളരില്ല. നമ്മൾ നല്ലോണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോളം വളരാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തെ വളർത്തുന്ന കാര്യങ്ങളിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ട് പറയണേ, ഇക്കാര്യങ്ങളെല്ലാം പ്രതികാരം ചെയ്യുന്ന കർത്താവ് നിങ്ങളെ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. തുടർന്ന് പറയാണ്, അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് തന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിൽ ദൈവം തന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഈ അവഗണനകൾ ചിലപ്പോഴേക്കും ചിലവർക്ക് ശരീരത്തിൽ മുറിക്കും, ശരീരത്തിൽ ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള ഇതെല്ലാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി വേദനിക്കുമ്പോൾ അത് ആത്മാവ് വേദനിക്കുന്നുണ്ട്. ഓരോ ജഡിക പാപം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് സുഖം ലഭിക്കുന്നുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന ആത്മാവ് ആകുലതയിലേക്കും നിരാശയിലേക്കും പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ ഈ പാപത്തെക്കുറിച്ച് ഒത്തിരി വേവലാതിയിലേക്കും പോകുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രവണതകളെ ദൈവാത്മാവിനാൽ നിഗണിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ തിന്മ തകർക്കപ്പെടും. ശരീരത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ തിന്മ ആവസിക്കപ്പെടും. ഒന്നുകൂടി അച്ഛൻ പറയാം, ശരീരത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ തിന്മയെ നിങ്ങൾ തകർക്കും. എന്നാൽ ശരീരത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ തിന്മ നമ്മെ ബന്ധിച്ചിടും, അല്ലെങ്കിൽ തിന്മയുടെ ആവാസം നമുക്കുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കുക, നമ്മളായിട്ട് വിളിച്ചു വരുത്തുന്ന ചില പാപമാർഗങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തും. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരിയെ കണ്ടുമുട്ടാനിട വന്നു. ഈ സഹോദരി വരുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് ഈ സഹോദരിയെ കൊണ്ടുവരുന്നത്. സഹോദരിയുടെ കുടുംബത്തിലുള്ളവർ കൊണ്ടുവന്ന് ഈ സഹോദരി പറയുന്ന വാചകം ഇതാണ്: ഞാൻ മരിക്കും, ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ജീവിക്കണ്ട, എന്നെ ആരും സ്പർശിക്കണ്ട, എന്നെ ആരും തൊടണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ ജീവിക്കില്ല, എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ മരിക്കുകയാണ്. അപ്പോൾ ഒരു മനസ്സ് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി വന്ന സഹോദരി, ഈ സഹോദരി കുറേ നേരം സംസാരിക്കാനിട വന്നപ്പോൾ ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം, ആ സഹോദരി വിവാഹം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞു, 15, 15, 20 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 6 വർഷമായിട്ട്
ഈ വ്യക്തി വേറൊരു പുരുഷനുമായിട്ടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ എന്താണ് ഈ പ്രശ്നം? ഈ വ്യക്തിയുടെ പ്രശ്നം ഈ പാപം ചെയ്ത മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ്. ഈ വ്യക്തി ആരും എന്നെ തൊടണ്ട, ജീവിത പങ്കാളി തൊടണ്ട, മക്കൾ തൊടണ്ട, ഒന്നും ചെയ്യണം. കാരണം പാപം ഈ വ്യക്തിയിൽ നൽകുന്ന സുഖം, നന്മയായിട്ടുള്ള സുഖങ്ങളെ അകറ്റാൻ നോക്കുക. അതുകൊണ്ട് ഇപ്പോൾ എന്നിട്ട് ആ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന 6 വർഷമായി ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പം എന്നെ വിളിക്കുന്നില്ല, ആ വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, എനിക്ക് പറ്റില്ല, എനിക്ക് ആ വ്യക്തിയില്ലാതെ ജീവിക്കും. ചിന്തിച്ച് നോക്കിയേ, വിവാഹം കഴിഞ്ഞ് മക്കളുണ്ട്, മക്കൾ വലിയ പ്രായത്തിലായി, എന്നാൽ പാപം ആ വ്യക്തിയെ ഇവർ എൻ്റെ കൂടെ ഉണ്ടെന്നോ ഇവരെൻ്റെ ജീവിതത്തിലുണ്ടെന്നോ എല്ലാം ഒഴിവാക്കി എൻ്റെ സുഖം, എൻ്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവർ, ഇത് അനേകരുടെ ജീവിതത്തിലുള്ളതാണ്. അപ്പോൾ ശരീരത്തിൽ പാപം ആവസിക്കപ്പെട്ടപ്പോൾ ദൈവം തന്നതിനെല്ലാം ഒഴിവാക്കി പാപസുഖം. എന്നാൽ ഈ വ്യക്തിക്ക് ഇതൊന്നും തിരിച്ചു കിട്ടാൻ പോകില്ല. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി നരകാവസ്ഥയാണ്. അപ്പോൾ ഈ സഹോദരിയോട് നമ്മൾ പറയും, ഈ സഹോദരി പറയുക, എനിക്ക് ഇവരെ കുറിച്ചൊന്നും കേൾക്കണ്ട, എനിക്ക് ആ വ്യക്തിയെ മതി, ആ വ്യക്തി. അപ്പോൾ ഒരു പ്രത്യേക പൊസഷനാണ് ഈ പ്രവൃത്തി. അതുകൊണ്ട് പറയുക, ശരീരത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ തിന്മ തകർക്കപ്പെടും, ശരീരത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ കൃപ നഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൃപയില്ലാതെ വരും. അപ്പോൾ അശുദ്ധമായ കാര്യങ്ങളിലെ മുഴുകാനും അത് നമ്മളെ നശിപ്പിക്കാനും തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ വിശുദ്ധി പാലിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃപയുണ്ടാവുള്ളൂ. ആത്മാവ് സന്നദ്ധമെങ്കിൽ, ശരീരം ബലഹീനമെങ്കിലും ആത്മാവ് സന്നദ്ധമാകില്ല. എന്നാൽ ശരീരം ബലഹീനതയിൽ നിന്ന് കൃപയിലേക്ക് വരുമ്പോൾ ആത്മാവ് ഓട്ടോമാറ്റിക് സന്നദ്ധമായി തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ തിരിച്ചറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ 33, 15, 16. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊലിച്ചലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കുന്നു. ശീല ദുർഭംഗങ്ങളായ ഇങ്ങനെയാണ് പറഞ്ഞത്, ശീലദുർഭംഗങ്ങളായ അവൻ്റെ പ്രതിരോധ മുറകൾ അവൻ ഉപയോഗിക്കുന്നു. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല, അവന് ദാഹജലം കിട്ടാതിരിക്കുകയില്ല. യെശയ്യാ പ്രവാചകൻ പറയുക, നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്നവൻ്റെ സ്വഭാവമാണ്. 1, മർദ്ദനത്തിൻ്റെ വഴി അവൻ മാറ്റും. അവൻ ആരെയും ദ്രോഹിക്കാൻ നോക്കില്ല, അവൻ അതിനെ വെറുക്കും. എന്തിനെ മറ്റുള്ളവർ ദ്രോഹിച്ച് എനിക്ക് എന്തിനെങ്കിലും സന്തോഷം, അത് വേണ്ടത്. 2, കൈക്കൂലി വാങ്ങാതിരിക്കാൻ എപ്പോഴും കൈ തുടങ്ങും. ആര് കൈ വെച്ചാലും കൈ തുടങ്ങും, എനിക്കിത് വേണ്ട. അവൻ തീരുമാനം എടുക്കുക. ഹീസ് എ ഡിസിഷൻ ഫോർ ഹിസ് ബോഡി. അപ്പോൾ അധികം കൈ ഉടയുന്നതുകൊണ്ട് ആരും കൊടുക്കില്ല. കാരണം അദ്ദേഹത്തിന് കൈവച്ച് പറഞ്ഞു, ഇതിവിടെ വെച്ചോ, എനിക്കിതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കാൻ പറ്റില്ല. 2ാമത്തെ കാര്യം, രക്തച്ചൊലിച്ചലിനെ പറ്റി കേൾക്കാതിരിക്കാൻ അവൻ എപ്പോഴും ചെവി പൊത്തും. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മളൊക്കെ ദിനപത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പേപ്പർ മുഴുവൻ ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതൊരു മീഡിയ എത്തിക്സ് ആണോ എന്ന് ഞാൻ ചിന്തിക്കും. കാരണം എല്ലാം മരിച്ച ന്യൂസുകളാണ്, ആത്മഹത്യ ചെയ്തത്, കൊന്നത്, ഇത്. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് തുറക്കുമ്പോൾ, ഒരു ദിനപത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ, ചിലപ്പോൾ ഒരു മാനസിക സംഘർഷമുള്ളൊരു വ്യക്തി, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നൊരു വ്യക്തി ഇത് കാണുമ്പോൾ ഇത് നല്ല മാർഗ്ഗമാണല്ലോ എന്ന് ചിന്തിക്കാം. അങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് മീഡിയയിലൂടെ ഒത്തിരി നെഗറ്റീവ് അല്ല. ഇങ്ങനെ ഇപ്പോൾ ഇന്ന് ഒത്തിരി ചാനലുകളുണ്ട്. അപ്പോൾ ആ ചാനലുകളിലൊക്കെയും യൂട്യൂബ് ചാനലുകൾ അങ്ങനെ പലതും, അപ്പോൾ അവരൊക്കെയും കൊടുക്കുന്നത് എന്താണ്, പലതും മാർക്കറ്റ് ചെയ്യണത് മുഴുവൻ ഒരു മരണത്തിൻ്റെ റിപ്പോർട്ടാണ്. അവനെങ്ങനെ മരിച്ചു, എന്താണ് കാരണം, അപ്പോൾ ഒരു ബന്ധവുമില്ല, ഇത് ആർക്കും അറിയില്ല. അപ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ്, അതങ്ങനെയാകാം, ഇങ്ങനെയാകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, നീതിയുടെ മാർഗം അല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെവി അടയ്ക്കുന്ന നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ നിരാശ വരുമ്പോൾ ഈ കേട്ട കാര്യങ്ങൾ ചിലപ്പോഴേക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, എന്നും നെഗറ്റീവായിട്ട് കേൾക്കുന്ന ഈ മരണത്തെക്കുറിച്ച് കാണുന്ന ഒരു വ്യക്തിക്ക് ആത്മഹത്യയുടെ ഒരു അരൂപി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാം. മറ്റൊന്ന്, ഈ എന്താണോ നിന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് നിൻ്റെ മോട്ടിവേഷനായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലത് കേൾക്കാനും നല്ലത് കാണാനും കാലഘട്ടത്തിൽ ആർക്കും ഇല്ല. അതുകൊണ്ട് പല വ്യക്തികളും ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പേപ്പർ വായിക്കാറില്ല അച്ഛാ, എന്തിനാ ഇങ്ങനത്തെ ഇത് കേൾക്കണം, ഞാൻ ചർച്ചകൾ കാണാറില്ല, കാരണം ഒരിക്കലും ഉപകാരമില്ല. ഉപകാരമില്ലാത്തൊരു കാര്യം, കാരണം ഉപകാരമുള്ളത് കേൾക്കുന്നതിൽ കുഴപ്പമില്ല, ഒരു മോട്ടിവേഷനും ഒന്നുമില്ല, വെറുതെ ഉറകെ വിടുന്ന അവസാനം എന്താ, ഒരു തീരുമാനം ഈ ചർച്ചകളിൽ ഒന്നും നടക്കുന്നില്ല. എന്നാൽ ഇത് കേൾക്കുന്നവർക്ക് ഒരു സന്തോഷമില്ല, എന്നാൽ സമയത്തിൻ്റെ നഷ്ടങ്ങൾ പലപ്പോഴും ഉണ്ടാകും. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഇഷ്ടമാണ്, ആരിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ ഇതിലേക്കാണ് പോകുന്നത്, നമ്മുടെ ഗൈഡൻസ് ഇതിലേക്ക് പോകുന്നത്. പാപം കാണുന്നവൻ എന്നും പാപം ചെയ്യാനേ പ്രേരിപ്പിക്കുകയുള്ളൂ, നന്മ കാണുന്നവൻ എന്നും നന്മ ചെയ്യാനേ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ പറയില്ലേ, ഇപ്പം ഇങ്ങനെ പറയാറുണ്ട്, ഒരു ചില സൈക്കോളജിസ്റ്റ് പറയുന്നിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അവൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാം അവൻ ഏത് ഹിസ്റ്ററിയിലൂടെയാണ് കടന്നു പോകുന്നത്. പാപത്തിൻ്റെ ഹിസ്റ്ററി ആണോ,
ചിലപ്പോൾ ചില ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും അദ്ദേഹം സംസാരിക്കും മറ്റുള്ളവർക്ക് മോട്ടിവേഷനാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില നെഗറ്റീവുകൾ കേട്ടൊരു വ്യക്തി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറയില്ല, ഈ കാലഘട്ടത്തിലെ ചില സീരിയലുകൾ ഇത് കണ്ട അമ്മമാർ എപ്പോഴും നെഗറ്റീവായിട്ട് മകളെ കാണാം. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ എപ്പോഴും ഈ കണ്ടൊരു കാര്യത്തിൻ്റെ ഒരു ഒബ്ജക്ഷൻ എപ്പോഴും നിൽക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളത് തിരിച്ചറിയുക, നമ്മുടെ ദുശീലങ്ങൾ മാർഗം. അങ്ങനെ യേശയ്യ പറയുന്നത്, എന്താണോ നീ കാണുന്നത് അത് നീ വേണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൽ നിന്നൊരു നന്മ നിനക്ക് വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധി പാലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ശക്തി വരും. സാത്താൻ ചെയ്യുന്ന തടസ്സങ്ങൾ, സൃഷ്ടിക്കപ്പെടുന്ന ചില അവസ്ഥകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കാം, എങ്ങനെയൊക്കെയും നമ്മുടെ കുടുംബത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ കത്തോലിക്ക സഭയിൽ ഞാൻ വായിച്ചിട്ടുള്ള ഒരു 103ഓളം അഴുകാത്ത ശരീരങ്ങളും അവരുടെക്കും ചരിത്രം വായിക്കുമ്പോൾ ഓരോ വിശുദ്ധൻ, ഇപ്പോൾ പാതുരുപ്പിയോ എന്ന വിശുദ്ധൻ്റെ ചരിത്രം വായിക്കും, ഇന്ന് അഴുകിയിട്ടില്ല ശരീരം. കാർലോ അക്വിറ്റസ് എന്ന വിശുദ്ധൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ഈ ബോഡിയിൽ തന്നെ വിശുദ്ധി പാലിച്ചവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ചെയ്യാൻ അവസരം ഉണ്ടായി എന്ന് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ശരീരത്തിൽ നിന്ന് വിശുദ്ധി പാലിച്ചപ്പോൾ ഇവരുടെ ശരീരത്തിൽ ആത്മാവാണ് കൂടുതൽ, അല്ലെങ്കിൽ ദൈവാത്മാവാണ് കൂടുതൽ പ്രവർത്തിച്ചത്. അപ്പോൾ എന്തുണ്ടായി, ഈ ബോഡിയുടെ ഓരോ ഭാഗത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 60 വർഷം കഴിഞ്ഞിട്ടാണ് പാതുരുപ്പിയുടെ ശരീരം മണ്ണിൽ നിന്ന് എടുക്കുന്നത്. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അഴുകിയിട്ടില്ല, ചെറിയൊരു എംപാം ചെയ്തിട്ടുണ്ട്, മെഴുക് തേച്ചിട്ടുണ്ട്, എന്നാൽ ബോഡി അതുപോലെ ഇരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ മാംസങ്ങളെല്ലാം മണ്ണിനോട് ചേർന്നാൽ അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഇത് അഴുകും, എന്നാൽ അതുപോലെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ കാർലോ അക്വിറ്റസ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് പറയുന്നത്, കത്തോലിക്ക സഭ ഈ വിശുദ്ധരുടെ അഴുകാത്ത ശരീരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതിനൊരു അർത്ഥമുണ്ട്. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തെ മഹത്വപ്പെടുത്താൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അപ്പോൾ പറയാണ്, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ആ വ്യക്തി ആത്മാവ് കൊണ്ട് പ്രവർത്തിച്ചാൽ ഈ കാണുന്ന 103 വിശുദ്ധരുടെ ശരീരങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പാണ്. ശരീരത്തെ വിശുദ്ധി പാലിച്ചാൽ അഴുകാത്തൊരു ശരീരം ഉണ്ടാകും നിനക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളത് തിരിച്ചറിയാം. അതുകൊണ്ട് ആത്മനിയന്ത്രണമില്ലാത്ത വ്യക്തിക്ക് നിന്ന് വിശുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, ആത്മനിയന്ത്രണമില്ലാത്ത. അപ്പോൾ ഇന്ന് ഞാൻ പലപ്പോഴും യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും, അവർക്ക് വിവാഹം കഴിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയില്ല. എന്തിനാണ് വിവാഹം? ഒരുമിച്ച് ജീവിക്കാൻ, ഒരുമിച്ച് ചിന്തിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. അതിൽ പിന്നീട് തരുന്നതാണ് കുഞ്ഞുങ്ങൾ. പലപ്പോഴും വിവാഹം കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുക, പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിവാഹം കഴിക്കുന്നത് എന്തിനാ വെച്ചാൽ അതിങ്ങനെ പ്രായമായി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി വേണം. എന്തിന് പെൺകുട്ടി ഇല്ലാണ്ട് ജീവിക്കാം. അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാണല്ലോ, അപ്പോൾ എന്തിനാ അതിങ്ങനെ ഒരു നടപ്പ് കല്യാണം കഴിക്കണം പ്രായമാകുമ്പോൾ. അപ്പോൾ ചിലർ പറയും അച്ഛാ അത് ഇങ്ങനെ സെക്സ് ഇങ്ങനെ ശരീരത്തിനൊരിതിൽ അതൊക്കെ ഇങ്ങനെ ഒതുങ്ങും. ഞാൻ പറഞ്ഞു അത് ഒതുങ്ങും, വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു മനുഷ്യന് ഒരു ദാമ്പത്യം കിട്ടിക്കഴിഞ്ഞ് ഒതുങ്ങും. അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാണല്ലോ, എന്നിട്ടാണല്ലോ ഈ 10 മക്കളെ പ്രസവിച്ച അല്ലെങ്കിൽ ഈ വിവാഹം കഴിച്ച് 2 മക്കളുള്ള സ്ത്രീ വേറൊരുത്തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോകുന്നു. പ്രായം എത്രയാ, 50 വയസ്സായിട്ട് ഒരാളുടെ ഒപ്പം ഇറങ്ങിപ്പോകുന്നു. എന്തേ, ഇതൊക്കെയും കിട്ടിയതല്ല അവർക്ക്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇതല്ല നമ്മൾ ചിന്തിക്കുന്ന വിവാഹം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഈ ആത്മനിയന്ത്രണം വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു വചനമുണ്ട്, ഇവർ രണ്ടുപേരും ഒരേ മനസ്സാകണം. അവിടെയാണ് ഈ സന്തോഷം വരുന്നത്. ഒരുമിച്ചിരുന്ന് വർത്താനം പറയാനും, ഒരുമിച്ചിരുന്ന് കൂട്ടുകൂടാനും, സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും, ഇതെല്ലാം വിവാഹം എന്ന കൂദാശയിലുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന TV കാണുന്നതോ ഇതൊന്നും അല്ല. പലപ്പോഴും മാർക്കറ്റിംഗ് ആണ്. ഒരു ശരീരത്തെ പോലും മാർക്കറ്റ് ചെയ്യുക, ബിസിനസ് തന്ത്രമായിട്ട് ശരീരത്തെ ഉപയോഗിക്കുക ആണ് ഇവിടെ പറയണേ. സുഭാഷിതങ്ങൾ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ 25-27 പറയുക, അവരുടെ സൗന്ദര്യത്തെ നീ മോഹിക്കരുത്. എന്നിട്ട് പറയുക, അവളുടെ സൗന്ദര്യത്തെ നീ മോഹിക്കരുത്, മറിച്ച് അതിന് വേണ്ടിയിട്ട് നീ ജീവിതത്തെ കൊണ്ട്. എന്നിട്ട് പറയാം, എന്തെന്നാൽ വേശ്യയ്ക്ക് ഒരപ്പക്കഷ്ണം മതി കൂലി, വ്യഭിചാരിയാകട്ടെ ഒരുവൻ്റെ ജീവനെ ഒളിപ്പിച്ച് നിർത്താൻ നോക്കുന്നില്ല, വേട്ടയാടുന്നവളാണ് വ്യഭിചാരി. എന്നിട്ട് പറയാം, ഒരു ഉടുപ്പുമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളായിട്ട് വ്യഭിചാരത്തെ മാറ്റിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം. അതാണ് ഫിലിപ്പിനേരി പറയുന്നത്, പ്രസംഗിക്കാതെ വിശുദ്ധിയിൽ നടക്കുന്നവൻ കരഞ്ഞു പ്രാർത്ഥിക്കും. പ്രസംഗിക്കാൻ വിശുദ്ധിയെക്കുറിച്ച് ഇപ്പോൾ അച്ഛനായാലും പറ്റും, എന്നാൽ ഈ വിശുദ്ധിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം ഈ കാലഘട്ടത്തിൽ നിന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയിരക്കണക്കിന് വിശുദ്ധർ തൻ്റെ ശരീരത്തെ വിശുദ്ധി പാലിച്ചപ്പോൾ കത്തോലിക്ക സഭയിൽ വിശുദ്ധി കൊണ്ടുവന്നു. അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, ലേവ്യരുടെ പുസ്തകത്തിൽ 18 പറയുന്നത്, നിന്റെ നഗ്നത നീ ഒരിക്കലും അനാവൃതമാക്കരുത്. അത് ചിലപ്പോൾ ദാമ്പത്യത്തിൽ നഗ്നത തൻ്റെ ജീവിത പങ്കാളിക്ക് മാത്രം അനവൃതമാകും, അല്ലാതെ നമ്മുടെ വസ്ത്രധാരണത്തിലല്ല. അപ്പോൾ ശരീരത്തെ സൂക്ഷിക്കണം.
അത് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, അച്ഛാ എന്താ അതിൽ പ്രശ്നമുള്ളത്? ആണ് വചനം നമ്മൾ ഓർമ്മപ്പെടുന്നത്. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-16 പറയാം, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലും സദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെ അവന് വേണ്ടി ഉണ്ടായതാണ്. അപ്പം ദൈവം നിന്നെ സൃഷ്ടിച്ച ഈ രൂപം ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സൃഷ്ടി ദൈവത്താൽ രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ഏതൊരു പ്രവൃത്തിയും ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണെന്നറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് ഒരു വിരൽ തുമ്പിലെത്തും ഈ പാപസുഖങ്ങളല്ല. ശരീരത്തിന് കിട്ടുന്ന ഒരു സുഖം നമ്മുടെ വിരൽ തുമ്പിലാണെത്തുക. അതുകൊണ്ട് ലേവ്യരുടെ പുസ്തകം 18:24-30 പറഞ്ഞ്, ദേശത്ത് വിശുദ്ധി ഇല്ലെങ്കിൽ അവിടെ നിന്ന് പുറന്തള്ളുക, നീ നിന്നെ തന്നെ പുറത്താക്കുക. കാനാൻ ദേശം ഇസ്രായേലിനെ കൊണ്ടുവന്നു, എന്നാൽ ഇസ്രായേൽ ഇന്നത്തെ തെറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ പറയുന്നത്, പരിശുദ്ധി ദേശത്തില്ലെങ്കിൽ ആ ദേശത്തിൻ്റെ അശുദ്ധി വ്യാപരിക്കപ്പെടും. അത് വസ്ത്രത്തിലായാലും വ്യക്തിയിലായാലും വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. മോശ ശരീരത്തിൽ വേദന സഹിക്കാൻ കൈകൾ ഉയർത്തി വേദന സഹിച്ചു പ്രാർത്ഥിച്ചു. കാരണം ആ ദേശത്തിൻ്റെ മേലുള്ള അരൂപി വിട്ടുപോകാൻ മോശ കരം താഴ്ത്താതെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ യുദ്ധത്തിൽ. അതുകൊണ്ട് ശരീരം നമുക്ക് നൽകുന്ന 3 കാര്യങ്ങൾ: ഒന്ന് സുഖിക്കണം, ഉറങ്ങണം, ഭക്ഷിക്കണം. ഇത് 3 ശരീരം പറയും. ഉറങ്ങ്, കുറേ നേരം ഉറങ്ങ്, കുറേ നേരം ഭക്ഷിക്ക്, കുറേ നേരം നീ എന്ത് ചെയ്യണം, കുറേ നേരം സുഖിക്ക്, നീ ആസ്വദിക്ക്, മദ്യപിച്ച് കളിച്ച് തുള്ളിച്ചാടി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് അച്ഛൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുക, ഈ ശരീരത്തിൻ്റെ വിശുദ്ധി പാലിക്കണം. നമുക്ക് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കാം. കർത്താവെ, ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ആയുധമായിട്ട് ഞങ്ങളുടെ ശരീരത്തെ ഉപയോഗിക്കാൻ, ഈ ശരീരം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യജീവൻ പ്രാപിക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കൃപ നൽകണമേ. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ കൃപ ഇന്ന് ഓരോരുത്തരുടെ മേലുണ്ടാകട്ടെ. കർത്താവായ ഈശോയെ, ആരെങ്കിലും ശരീരത്തെ വിശുദ്ധി പാലിക്കാൻ പറ്റാതെ വേദന അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ദൈവമേ, അങ്ങയുടെ വിശുദ്ധമായ തിരുശരീരക്തം സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ പവിത്രത, പരിശുദ്ധി പാലിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും നിർമ്മലവുമായി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഓരോരുത്തരുടെയും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.